പിശാച് യേശുവിനെ പരീക്ഷിക്കണം. ഇന്ന് ലോകസുഖങ്ങൾ മുൻപിൽ വെച്ചിട്ട് സാത്താൻ മനുഷ്യനോട് പറയാണ്, എന്നെ ഒന്ന് വണങ്ങിയാൽ മതി, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഞാൻ നിനക്കിതെല്ലാം തരാം. ലോകത്തിന്റെ നന്മകൾക്കു വേണ്ടി, ലോകത്തിന്റെ മഹത്വത്തിനു വേണ്ടി സാത്താനെ നമസ്കരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ഒരു കൂട്ടം പേർ കടന്നു പോകുന്നു. എന്നാൽ ദൈവമക്കളെ, നമുക്ക് സാത്താനെ നമസ്കരിച്ചുകൊണ്ട് താൽക്കാലികമായി ഈ ലോകസുഖങ്ങളല്ല, പിന്നെയോ ക്രിസ്തുവിന് ലഭിച്ച അതേ മഹത്വം നമുക്കവൻ ദാനം ചെയ്തിരിക്കുമ്പോൾ, കൃപയാൽ നമുക്ക് നൽകിയിരിക്കുമ്പോൾ, ആ മഹത്വത്തിന്റെ പൂർണ്ണതയിലെത്തുവാൻ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ഉന്നതമായ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ, അവിടെ നമ്മൾ കർത്താവിന്റെ ആത്മനിറവിൽ കർത്താവിനോട് നിരന്തരം ഇരിക്കുന്ന ഹല്ലേലൂയ ആ മഹനീയമായ ആ അനുഭവത്തിലേക്ക് ഗ്ലോറിഫൈ ചെയ്യപ്പെടുവാൻ നമുക്ക് കൃപയാകട്ടെ. ഈ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ യേശുവിലും മഹത്വപ്പെടേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു.